കനയ്യകുമാർ അത്ഭുതപ്പെടുത്തുകയാണ്. ഏതാനും മാസങ്ങൾ മാത്രമുള്ള ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു മിന്നും പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ട് രാഷ്ട്രീയത്തിൽ ഇനി നിതീഷിന്റെ ഭാവി എന്താണ് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മോദി ശിവസേനയ്ക്കും JDU-വിനും വെച്ച ഒരു ചെക്ക്, ആ ചെക്ക് നിതീഷിനും വെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ തീപാറുന്ന പോരാട്ടമായിരിക്കും ബീഹാർ നടക്കുക എന്ന കാര്യത്തിലും യാതൊരു സംശയവും ഇല്ലാതിരിക്കുമ്പോഴാണ് കോൺഗ്രസ് യുവനിരയിലെ തുറുപ്പ് ചീട്ടിന് ബീഹാറിലേക്ക് ഒരു മുഴം മുമ്പേ എറിയുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കനയ്യകുമാർ ഈ പ്രകടനം അത്രയും കാഴ്ചവെക്കുന്നതും. എന്നാൽ അതേസമയം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കനയ്യകുമാറിനെ മത്സരിപ്പിക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പപ്പു യാദവിനോടും കനയ്യകുമാറിനോടും RJD സ്വീകരിക്കുന്ന നിലപാടനുസരിച്ച് അവർ ഇതിനോട് ഏതു തരത്തിൽ പ്രതികരിക്കുമെന്ന് പറയാനും കഴിയില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കണമെന്നും ആരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കണമെന്നും RJD കടുംപിടുത്തം പിടിച്ചതും നമ്മളേറെ കണ്ടതാണ്. സ്വന്തം നേതാക്കളെ മത്സരിപ്പിക്കാൻ പോലും RJDയുടെ തിട്ടൂരം വേണമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിന് ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയില്ല എങ്കിൽ ബീഹാറിന് ജനകീയ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും കനയ്യകുമാർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്.